ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ അണച്ചിടുമാനോദിൻ അനന്യൻ തന്നെ അണച്ചിടുമാനോദിൻ ചിറകാടിയിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യേശു ക്രിസ്തുവും മേശയും എന്നുള്ള ചിന്ത നമ്മൾ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 28-29 വാക്യം. ലൂക്കോസ് 22-ാം അധ്യായം 28-29 വാക്യം. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ കൂടി വരുമ്പോൾ അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കാൻ സ്തോത്രം. യേശു കർത്താവെ, ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ കർത്താവെ, വായിച്ച വചനത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ എഴുതി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകൾ ഓർക്കരുത്. കാൽവരി ക്രൂശിൽ അടിയനെ മറക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യതയിലെ യേശുക്രിസ്തുവിൻ്റെ മേശയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചിന്തിച്ചത്. യേശു കർത്താവ് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറയുന്നതായ കാര്യമാണ്. ഈ ലോകത്തിലും ഈ കാലഘട്ടത്തിലും യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നത് പോലെ കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുമ്പോൾ ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് അനേക പരീക്ഷകൾ കടന്നു വരുമെന്നാണ് യേശു കർത്താവ്. ആ പരീക്ഷകളിൽ ഞാനും നിങ്ങളും യേശുവിനോടുകൂടെ നിലനിന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ മേശയിൽ നിന്ന് തിന്നുവാനും കുടിക്കുവാനും സാധിക്കത്തുള്ളൂ. ധനവാനെ സംബന്ധിച്ചിടത്തോളം യാതനാ സ്ഥലത്ത് പോയ ധനവാന് ഇനി ഒരിക്കലും നിത്യതയിലെ യേശുക്രിസ്തുവിൻ്റെ മേശയിൽ നിന്ന് കുടിക്കാനായിട്ട് സാധിക്കത്തില്ല. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. പള്ളിയിൽ നല്ല അടക്കമൊക്കെയും കിട്ടി. പക്ഷേങ്കിൽ അനേകരും ഇന്ന് മരിച്ചതിന് ശേഷമുള്ള കാര്യം ചിലർ പറയുന്നുണ്ട്. മരിച്ചിട്ട് ആരെങ്കിലും അവിടുന്ന് വന്നവരാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ചിലർ ഇതിനെ സമർത്ഥിക്കുന്നത്. എന്നാൽ മരിച്ചവനായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു പറഞ്ഞതൊന്നും ഭോഷ്കല്ല. യേശുക്രിസ്തു സത്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നമ്മൾക്കൊരു നിത്യതയുണ്ട്. അതിന് ആ നിത്യതയിൽ ക്രിസ്തുവിൻ്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ മേശ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു, നിത്യതയിലെ ക്രിസ്തുവിൻ്റെ മേശ. 2-ാമത്തെ മേശ നമ്മൾ കണ്ടു, അപ്പോസ്തലപ്രവൃത്തികൾ 6:2 ദൈവവചനം ഉപേക്ഷിച്ച മേശയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല എന്ന് അവിടെ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെക്കുമ്പോൾ ഇന്നും നമുക്കൊക്കെയും അറിയാം, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും 3 മണിക്കൂറോളം മേശയിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. പക്ഷെ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് 5 മിനിറ്റ് പോലും ഇല്ലാത്തതായ സാഹചര്യത്തിൽ അപ്പോൾ അത് ദൈവവചനം ഉപേക്ഷിച്ച മേശയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് യോഗ്യമല്ല എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, കർത്താവിന് ആത്മാവിനെ നമ്മളിലേക്ക് അയക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് യേശുക്രിസ്തു പ്രാപ്തനാക്കിയ ആത്മാവിൻ്റെ ശുശ്രൂഷകര് ദൈവവചനം ഘോഷിക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിന് ആത്മാവിനെ ധാരാളമായി അളവ് കൂടാതെ അയക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ ഇന്നും അനേക കൂട്ടായ്മകളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും
കോടിക്കണക്കിന് രൂപ മുടക്കുള്ള അനേക ദേവാലയങ്ങളുണ്ട്, നല്ല ആരാധനാലയങ്ങളുണ്ട്. എങ്കിലും ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് യേശുക്രിസ്തു തന്നെ നേരിട്ട് ഈ ലോകത്തിൽ നിന്ന് അനേകരെ, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതുപോലെ ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ബോധിച്ചവരെ കണ്ട് കൂടെ ഇരുത്തി പ്രസംഗിക്കാനുള്ള അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം കൊടുത്ത് കർത്താവ് അയച്ച് കർത്താവ് തന്നെ ഈ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നും യേശു കർത്താവിന് പണിയണമെങ്കിൽ മർക്കോസ് 16:20 പഠിച്ച ദൈവമക്കൾക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാര് പുറപ്പെട്ട് പ്രസംഗിക്കുന്നിടത്ത് കടന്നു വന്ന് പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുന്നവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഇന്ന് ജീവിക്കുകയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ഇന്നും 2-3 പേര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ എഴുന്നള്ളി വന്ന് എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കാന്ന് പറഞ്ഞവൻ ഇന്നും ഈ ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ നടുവിൽ ആ എഴുന്നള്ളി വന്നിട്ടുള്ളതിനാൽ നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അപ്പൊ കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ യേശുക്രിസ്തു പ്രാപ്തരാക്കിയ ആത്മാവിന്റെ ശുശ്രൂഷകരായ ശിഷ്യന്മാര് പ്രസംഗിക്കുന്നിടത്ത് മാത്രമേ കടന്നു വരാൻ സാധിക്കുള്ളൂ. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ ഓർക്കാം. മർക്കോസ് 16:20. യേശുവിന്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് പ്രസംഗിക്കുന്നിടത്താണ് പ്രവർത്തിക്കുന്നത്, യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നത്. അത് തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 4:30 എഴുതിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ജനം അവര് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം ഭയം കൂടാതെ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മുടെ കാണുകയാണ്. അത് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ ഒരു മനുഷ്യനും നിത്യതയിൽ ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു, ധനവാന് പള്ളിയിൽ പോകുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, നോയമ്പെടുക്കുന്നവനാണ്, കുർബാന അനുഭവിക്കുന്നവനാണ്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ അബ്രഹാം പിതാവും ധനവാനും തമ്മിലുള്ള ഒരു ഡിബേറ്റ് നമുക്ക് അത് പഠിക്കുമ്പോൾ ലൂക്കോസ് 16 നമ്മൾ കാണുന്നുണ്ട്. അവിടെ അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരവരുടെ വാക്ക് കേൾക്കട്ടെ. കാര്യം യാതനാസ്ഥലത്ത് എന്നതായ ധനവാന് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ 5 സഹോദരന്മാരും മരിച്ചാൽ ഇങ്ങോട്ടേ പോരത്തുള്ളൂ എന്നുള്ള ബോധ്യം, സുബോധം അതപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ളതായ വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയും സ്വർഗം അനുവദിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്രകാരം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി ആരുടെയെങ്കിലും നിർബന്ധത്താൽ ഇതുപോലുള്ള കൂട്ടായ്മകളിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞാനും നിങ്ങളും സത്യം അറിയുവാനും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുവാനും ഞാനും നിങ്ങളും വചനത്തിൽ നിലനിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുവാനും കൃപ ലഭിച്ചത്. ധനവാന ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ല. ഇന്ന് ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം അവർ പറയും, അവർ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പക്ഷെങ്കിൽ അവരിലേക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൊടുക്കുവാൻ പിതാവാം ദൈവത്തിന് കഴിയില്ല എന്നുള്ളതാണ്. മാമോദീസ എന്ന ചടങ്ങ് നടക്കുമ്പോൾ, കൂദാശ നടക്കുമ്പോൾ പുരോഹിതൻ ഊതുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ തരേണ്ടതിന് വേണ്ടിയിട്ട്. പുരോഹിതൻ ഊതിയാൽ പരിശുദ്ധാത്മാവിനെ തരാൻ കഴിയില്ല. കാര്യം എന്താണ്? വ്യക്തമായിട്ടും ലൂക്കോസ് 11:13 പഠിച്ച ദൈവമക്കൾക്കറിയാം, പിതാവൻ ദൈവത്തോട് യാചിക്കുന്നവർക്ക് മാത്രമേ പിതാവ് പരിശുദ്ധാത്മാവിനെ അധികമായി കൊടുക്കത്തുള്ളൂ. അത് പിതാവാൻ ദൈവത്തിൻ്റെ മാത്രം കാര്യമാണ്, വേറെ ആരെയും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊരു മനുഷ്യർക്ക് തരാൻ പറ്റത്തില്ല. ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചാൽ അതിനെ ലഭിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് അത് ഞാനും നിങ്ങളും ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ പ്രാപിച്ചെടുക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തികൾ 1:8 നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി മാറുകയാണ്.
38 വയസ്സ് വരെയും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലായിരുന്നു. പെന്തിക്കോസ്ത് നാളിലൊക്കെയും ഞാൻ എത്രയോ പെന്തിക്കോസ്ത് ശുശ്രൂഷകളിലെ ദേവാലയത്തിലെ മദ്ബഹായിലെ പുരോഹിതന്മാരുടെ കൂടെ നിന്ന് ഞാനും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് കടന്നു വന്നില്ല. ഇന്ന് നമ്മുടെ നടുവിലേക്ക് ആത്മാവിനാൽ കർത്താവ് നമ്മളെ നിറയ്ക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണമെന്ന് നിർബന്ധമാണ്. യോഹന്നാൻ 3:34 ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മുഴുവൻ അറിയാം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ദൈവം ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുകയാണ്. അതേ മാറ്റമില്ലാത്ത കർത്താവ് ഇന്നും ഈ വചനങ്ങളെ കേൾക്കുന്ന ദൈവമക്കൾ ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ഇതുവരെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് ക്രിസ്തുവിന്റെ ആത്മാവിനെ തരണമെന്ന് ഓൺലൈനിലൂടെയും കേൾക്കുന്ന ദൈവമക്കൾ കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവേ ക്രിസ്തുവിന്റെ ആത്മാവിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു അതെ, ആത്മാവിനാൽ നിറയ്ക്കുമ്പോൾ, ആനന്ദം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും കടന്നു വരികയാണ്. നിരാശ മാറുകയാണ്, ഭാരങ്ങൾ മാറുകയാണ്, ഒരു പ്രത്യാശ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ രോഗങ്ങൾ മാറും, എൻ്റെ കടഭാരങ്ങൾ മാറും, എൻ്റെ പ്രതികൂലങ്ങൾ മാറും, എൻ്റെ പ്രതിസന്ധികൾ മാറും, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ദൈവം ക്രിസ്തുവിൽ ബുദ്ധിമുട്ടെല്ലാം പൂർണ്ണമായും തീർത്തു തരും. അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ അത് ബോധ്യമാകുകയാണ്. നമ്മുടെ നിരാശയും ഭാരങ്ങളും സങ്കടങ്ങളൊക്കെ മാറുകയാണ്. രണ്ടാമത്തെ മേശയാണ് ദൈവം ഉപേക്ഷിച്ച മേശ. മൂന്നാമത്തെ മേശ പൊൻവാണിപ്പക്കാരുടെ മേശ. മർക്കോസ് 11:15 മുതൽ 18 വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ദേവാലയങ്ങളിലൊക്കെയും ഉള്ളതായ പൊൻവാണിപ്പക്കാരുടെ മേശയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇനി നാലാമത്തെ മേശ പുരോഹിതന്മാരുടെ മേശയാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 7 മുതൽ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 7. ഞാനത് വായിക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് എടുത്തു വെച്ചാൽ. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യം. എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യും. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യും. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകും. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കും, ഒരു സ്ഥലവും ശേഷിപ്പില്ല. എന്നിട്ട് പറയുകയാണ്, ആർക്കാകുന്നു ഇവർ പരിജ്ഞാനം ഉപദേശിക്കുവാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറിയവരെയോ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം, സൂത്രത്തിന്മേ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയും. അതെ, വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കുകയും ഇതാകുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് അരുളിച്ചെയ്തുവെങ്കിലും കേൾക്കുവാൻ അവർക്ക് മനസ്സില്ല. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. അതുകൊണ്ട് യെരൂശലേമിലെ ജനത്തിൻ്റെ അധിപതികളായ പരിഹാസികളെ യഹോവയുടെ വചനം കേൾക്കുകയും. അപ്പം അവിടെ ആ അധിപതികളായവരോടാണ് പറയുന്നത്, നിങ്ങൾ യഹോവയുടെ വചനം കേൾക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരുടെയും വചനം കേൾക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. യേശുക്രിസ്തു പ്രാപ്തരാക്കിയ ആത്മാവിൻ്റെ ശുശ്രൂഷകരുടെ വചനം അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവരിതിന് ചട്ടത്തിന്മേൽ ചട്ടം എന്നൊക്കെ പറയും, വചനം കേൾക്കാൻ പോകാൻ പറയും, പാടില്ല എന്നൊക്കെ പറയും. എന്നാൽ
അതങ്ങനെ നിൽക്കട്ടെ, അതിൻ്റെ പുരോഹിതരുടെ മേശ അത് തന്നെ തുടർമാനമായി നടന്നു പൊക്കോട്ടെ. റോമർ 11:8 കൂടെ ഒന്ന് വായിക്കണം. സങ്കീർത്തനം 69:21 കൂടെ വായിക്കണം അതോടനുബന്ധിച്ച്. റോമർ 11:8. റോമാലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം. ദൈവം അവർക്ക് ഇന്ന് വരെ കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് ഗണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാത്ത വിധം ഇരുണ്ടുപോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിഞ്ഞിരിക്കട്ടെ എന്നും ദാവീദ് പറയും. അത് പറഞ്ഞത് തന്നെ, കാണാത്ത കണ്ണ്, പിന്നെന്താണ്, കേൾക്കാത്ത ചെവി. അപ്പൊ ഇത് ഈ മേശ അവർക്ക് ഇടർച്ചയും കുടുക്കുമായി തീരട്ടെന്നാണ്. ഇനിയും സങ്കീർത്തനങ്ങൾ 69:21 വാക്യം. സങ്കീർത്തനങ്ങൾ 69:21 വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചെറുക്ക കുടിക്കാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടെ ഇരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. ദാവീദ് അവിടെ പറയുന്നതായ 69-ാം സങ്കീർത്തനത്തിലെ കാര്യം, ദാവീദ് ഇത് പറഞ്ഞതിന് ശേഷം 1000 സംവത്സരങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ച് ക്രൂശിൽ കടന്നപ്പോൾ നടന്ന സംഭവമാണ്. യേശു കർത്താവ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് കുടിപ്പാൻ കയ്പ് കൊടുത്തു. അതുകൊണ്ട് അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കുമായി തീരട്ടെ എന്നാണ്. ഇനി 5-ാമത്തെ മേശയിലേക്ക് വരാം. 5-ാമത്തെ മേശ ഭൂതങ്ങളുടെ മേശയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 21 വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 21 വാക്യം. ഭൂതങ്ങളുടെ മേശ. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയും ഭൂതങ്ങളുടെ മേശയും പങ്കാളികളാകുവാനും പാടില്ല. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകുവാൻ പാടില്ല. നമ്മളെല്ലാം പറയും, അയ്യോ ഞങ്ങള് ഭൂതങ്ങളുടെ ഒന്നും മേശയിൽ പോകുന്നവരല്ല എന്ന് ഞാനും നിങ്ങളുമൊക്കെയും പറയുമായിരിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവീൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. അവിടെ പറയാണ് വിഗ്രഹാരാധന വിട്ട് ഓടണമെന്നാണ് പറയുന്നത്. ഈ വിഗ്രഹാരാധന ഇന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിയും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്കും അവിശ്വാസിക്കും എന്ത് ഓഹരി, ദേവാലയത്തിനും വിഗ്രഹത്തിനും എന്ത് യോഗ്യത, നാം ജീവനുള്ള. അവിടെ പറയാണ് ദേവാലയത്തിനും വിഗ്രഹത്തിനും തമ്മിൽ എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്നും ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 16 വരെ ആയിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞത് ദേവാലയത്തിനും വിഗ്രഹത്തിനും തമ്മിൽ എന്തൊരു യോഗ്യത. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം എല്ലാവർക്കും അറിയാം. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മേൽ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും യാതൊന്നിൻ്റെയും ഒന്നിൻ്റെയും രൂപമോ ഒന്നും ഉണ്ടാക്കി വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നാണ്. പക്ഷെ ഇന്ന് അനേക ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിഗ്രഹമുണ്ടോ എന്നും, പണിക്കൻ പണിത തട്ടാൻ പണിത വിഗ്രഹമുണ്ടോ ഇല്ലയോ എന്നും, അതിനെ നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും അവനവൻ ചിന്തിക്കുക. യഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 6 മുതൽ 10 വരെ ഞാൻ വായിക്കാം. യഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത്
എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവര് കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകൾ നോക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് വെറുപ്പായുള്ള ഓരോതരം ഇടജാതികളുടെയും മൃഗങ്ങളുടെയും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നതും കണ്ടു. ദൈവാലയത്തിൽ നിന്ന് കർത്താവ് വിട്ടുപോകുവാൻ തക്കവണ്ണം ദൈവാലയങ്ങൾ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ ഒരിക്കലും വിഗ്രഹങ്ങളുള്ള ഒരു ദേവാലയത്തിലേക്കും കർത്താവ് വരികയില്ല. അതാണ് ഭൂതങ്ങളുടെ മേശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇനി 6ാമത്തെ മേശ, ധനവാന്റെ മേശ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഇന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. മതി. ധനവാന്റെ മേശയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഈ ലോകത്തിൽ അനേക ധനവാന്മാരുണ്ട്. അവർക്ക് അവരുടെ വീടുകളിൽ നല്ല 1-ാം ക്ലാസ് മേശയുമുണ്ട്. എന്നാൽ ഈ ധനവാന്റെ പടിപ്പുരവാതിക്കൽ ഒരു പാവപ്പെട്ട ലാസർ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ വന്നു കിടപ്പുണ്ട്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് തിന്നുവാൻ ആഗ്രഹിച്ചു എന്നാണ്. അപ്പം നുറുക്ക് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇവർ തമ്മിലുള്ള ധനവാനും അബ്രഹാം പിതാവും തമ്മിലുള്ള ഡിബേറ്റ് നടക്കുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിൽ അവിടെ 24-ാം വാക്യത്തിൽ, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചത്. അബ്രഹാം ധനവാനെ വിളിക്കുകയാണ്, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കും. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. അതായത് നമുക്കറിയാം, യേശു കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് ഇപ്പോഴും നമ്മൾ ആഡംബരത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്കതിന് വേണ്ടതായ പണമൊന്നുമില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു വചനം കൂടെ പറയും, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ശരിയാണ്, ഇതെല്ലാം കറക്റ്റായ കാര്യമാണ്. പക്ഷെ ദൈവമക്കൾ ചിലപ്പോൾ യേശുവിൻ്റെ പിന്നാലെ വന്നിട്ടും ഒരു സമൃദ്ധി വരുന്നില്ലല്ലോ. യോഹന്നാൻ 10:10 അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അവിടെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമൃദ്ധിയായ പ്രോസ്പെരിറ്റി തരുമെന്നല്ല പറഞ്ഞത്, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് യേശു വന്നത്. അബണ്ടന്റ് ലൈഫ് എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും നമുക്കൊക്കെ ഞെരുക്കങ്ങളില്ലേ, നമുക്കൊക്കെ കടഭാരങ്ങളില്ലേ, നമുക്കൊക്കെ പ്രതികൂലങ്ങളില്ലേ, നമുക്കൊക്കെ പ്രതിസന്ധികളില്ലേ, നമുക്ക് രോഗങ്ങളില്ലേ, നമുക്ക് വേദനകളില്ലേ, നമ്മുടെ ജീവിതത്തിൽ തിന്മയില്ലേ? ദൈവമക്കൾ ധൈര്യപ്പെടേണ്ട ഒരു വാക്യമാണ്. അതാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. 7, 10 ഏറെയാൽ 80 അല്ല 90 അല്ല 100 വരെ ആയിക്കോട്ടെ, ഈ ചെറിയൊരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ നിത്യത എന്ന് പറയുന്നത്, അവിടെ ലാസറിനെ പോലെ, അവിടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം, 25-ാമത്തെ വാക്യം. അബ്രഹാം ധനവാനെ വിളിക്കുകയാണ്, മകനെ,
നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ ലാസർ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിച്ചു. അപ്പം നിത്യതയിൽ വേദന അനുഭവിക്കാതെ, അല്ലേ, ആ ഗന്ധകം കത്തുന്ന തീപ്പുകയിൽ പോകാതെ, ഞാൻ നിങ്ങളെ യേശു കർത്താവ് പറഞ്ഞതുപോലെ, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ, നമ്മളൊക്കെയാണ് ചിലപ്പോഴും പറയില്ലേ, നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ചിലരുടെയൊക്കെ ധനവാന്റെയൊക്കെ മേശ കാണുമ്പോൾ നമ്മളൊക്കെ ഓർത്തിട്ടുണ്ട്, അല്ലേ, അവർക്കൊക്കെ വേണേ ഞങ്ങളെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ. പക്ഷെ വേണ്ട ദൈവമക്കളെ, നമ്മൾ ആ ധനവാന്റെ മേശയിലേക്ക് നോക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. 7ാമത്തെ മേശ. അത് നമുക്ക് ഒത്തിരി ധൈര്യം നൽകുന്നതായ ഒരു വലിയൊരു മേശയാണ്. അതാണ് ഉടയവരുടെ മേശ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. മതി. സംഭവം നമുക്ക് അതിൻ്റെ 21 മുതൽ പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് വായിക്കും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. ഒരിക്കൽ ഏതോ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ ഏതോ ആന്റിമാർ വായിച്ചത് ജ്ഞാനായ സ്ത്രീ വന്നു എന്നാണ്. അപ്പം ജ്ഞാനായ സ്ത്രീ അല്ല, കനാന്യ സ്ത്രീ. അതായത് കനാന്യർ എന്ന് പറഞ്ഞതായ ശപിക്കപ്പെട്ടവരായ ആളുകൾ, 10 തലമുറ ശപിക്കപ്പെട്ട രീതി ജീവിച്ചതായ ആളുകളാണ്. അപ്പം അവർ കനാന്യ സ്ത്രീ വന്ന് യേശുവിനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. ഉടനെ യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്നിട്ട് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വന്നു. അവളെ ഒന്ന് പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു. രംഗങ്ങളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇല്ലേ, എൻ്റെ യേശുവേ, എന്നെ പണിയാണ് കാണിക്കുന്നത് ഇല്ലേ. അവൾ എത്ര നേരമായി വന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണമേ. പക്ഷേ ഈ ശിഷ്യന്മാരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് യേശു അനങ്ങിയും. യേശു ഉടനെ പറയുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിച്ചു. ഉടനെ യേശു പറയാം, കർത്താവിനെ നമസ്കരിച്ചപ്പോൾ പറയാം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. നല്ല ഉത്തരവല്ലേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനോട് ഇച്ചിരി അമർഷമൊക്കെ തോന്നുന്ന ഒരു ഭാഗം അല്ലേ. ഇങ്ങനെ വന്ന് കെഞ്ചി, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ച് കർത്താവിനെ വീണ് നമസ്കരിച്ചപ്പോൾ കർത്താവ് പറയാം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? അവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചെന്നല്ലേ? അങ്ങനെയല്ലേ? അപ്പം ആ സ്ഥാനത്ത് ഞാനും നിങ്ങളുമാണെങ്കിലോ പിന്നെ അവിടെ എങ്ങാനും നിൽക്കൂ? നമ്മൾ മതിലേക്കളത്ത് വലിയ ക്രിസ്ത്യാനിയായിട്ട് അങ്ങോട്ട് പോകുന്നത് അല്ലേ. നമ്മളെ നായ്ക്കുട്ടിയെന്നെങ്ങാനും വിളിച്ചെങ്കിൽ നമ്മൾ അന്നേരം എന്ത് ചെയ്യും? ഓ, മകളുടെ ഭൂതോപദ്രവം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള വായിന്നുള്ള വാക്കൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് അതിനുള്ള കെൽപ്പും ഒന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അന്നേരം കൂട്ടായ്മയെ നിർത്തി നമ്മൾ യേശുവിൻ്റെ അരിക്കുന്ന സ്റ്റാൻഡ് വിടും. പക്ഷെങ്കിൽ ഉടനെ അവൾ പറഞ്ഞ മറുപടി, അതെ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു.
യേശുക്രിസ്തുവുമായി ജീവിതത്തിലൊന്ന് സംസാരിക്കുവാനുള്ളതായ ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇത് ഞാനും നിങ്ങളുമൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവ കഥയായിട്ട് കാണുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിലെ ആ കനാന്യ സ്ത്രീ മരിച്ചുപോയി. എന്നാൽ ഇതുപോലെ തന്നെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്ന എത്രയോ ആളുകളുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് നോച്ചൻ പിള്ളാർ അല്ലേ, പ്രത്യേകിച്ച് ഈ പെൺപിള്ളാരാണേലും, ഇവിടെ 2 പിള്ളേർ ഇരിപ്പുണ്ട്, നല്ല പിള്ളേരാണ് കേട്ടോ. എനിക്കുണ്ട് 2-3 കൊച്ചുമക്കൾ, അവരൊക്കെ നല്ല കൊച്ചുമക്കൾ, നിങ്ങളെപ്പോലെ അല്ല കേട്ടോ. അല്ലാതെ കുറേ വില്ലി ടൈപ്പ് ആൾക്കാരുണ്ട്, വില്ലിറ്റ്. അവർക്ക് മാർക്കെല്ലാം എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? ഭൂതോപദ്രവം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? ഈ ഭൂതോപദ്രവം കൂടുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് നോക്കുന്നത് കൊണ്ടാണ്. എന്താ? ഫേസ്ബുക്കും മറ്റേതും മറിച്ചതും എല്ലാം നോക്കി കുഞ്ഞുങ്ങളെല്ലാം വേറൊരു ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെങ്കിൽ ഇന്നറിയാം 10, 14, 15 വയസ്സായ അതുക്ക് മേലെ പ്രായമുള്ള ഈ കോളേജിൽ പഠിക്കുന്ന എത്രയോ പെൺപിള്ളാരുടെ മാതാപിതാക്കൾ, അമ്മമാര് വളരെയധികം ഭാരപ്പെടുകയാണ്. അവർ പറയുന്നതായ ഞങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെയും വില കൂടിയ മൊബൈൽ ഫോണുണ്ട്, അത് മേടിച്ചു തരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഇല്ലേ, എത്രയോ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണാനായിട്ട് സാധിക്കുകയാണ്. കാര്യം അവരെല്ലാം വേറെ ലെവലിലായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ് പോയിട്ട് സ്കൂളിൽ പോകാതെ ബോയ് ഫ്രണ്ടുമായിട്ട് നടന്ന് ഇന്ന് എത്രയോ ആളുകൾ അല്ലേ, എത്രയോ 10, 17, 18 വയസ്സുള്ള പെൺപിള്ളേര് അബോർഷൻ നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തില് ബാംഗ്ലൂരൊക്കെ ഇത് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? ഇതെല്ലാം സുറിയാനി ക്രിസ്ത്യാനികളുടെ മക്കളാണ് കൂടുതലും. എന്താണ്? ഇന്ന് ഇവളുമാർക്കെല്ലാം ഭൂതോപദ്രവം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് മാറാൻ സാധിക്കാതെ വരുമ്പോൾ അനേകര് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്, അനേകര് ഗുളിക കഴിക്കാറുണ്ട്. എന്നാൽ ഞാൻ 100% ഉറപ്പോടെ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് കനാന്യ സ്ത്രീയെ പോലെ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭൂതോപദ്രവം മാറ്റിക്കൊടുക്കുന്ന ഒരു യേശു ക്രിസ്തു ജീവിക്കുകയാണ്. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ, ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നു ഉയർത്തിടാം, അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെന്നും ഉയർത്തിടാം. ഇന്നും മാറ്റമില്ലാത്ത യേശു കർത്താവ് ഇന്നും ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കനാന്യ സ്ത്രീയെ പോലെ മകളെയും കൂട്ടി വരുന്നു എങ്കിൽ, ഈ മകള് യേശുവിൻ്റെ അടുക്കൽ അന്ന് വന്നില്ലെങ്കിലും അവിടെ ആ നാഴികയിൽ തന്നെ ആ മകളുടെ ഭൂതോപദ്രവം മാറി അവൾക്ക് സൗഖ്യം വന്നു എന്നാണ്. ആ നാഴികയിൽ ആ ഒരമ്മ യേശു ക്രിസ്തുവുമായിട്ടൊരു ഡിബേറ്റ് നടത്തുകയാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെയും പല പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ നമുക്ക് യേശു ക്രിസ്തുവുമായിട്ട് സംസാരിക്കാം. കർത്താവേ, ഇപ്പോൾ പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, എന്താണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവളും കർത്താവിൻ്റെ മകളായി തീരണമെന്ന് ആഗ്രഹിച്ചാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പം ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് ശപിക്കപ്പെട്ട തലമുറയിലായിരുന്ന കനാന്യ സ്ത്രീ അവള് യേശുവിനെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ മകളായി മാറുകയാണ്. അതാണ് അവൾ പറഞ്ഞത്, നായ്ക്കുട്ടിയോളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ.
ആദാമാണ്. ആ പറച്ചിലാണ്, സ്ത്രീയേ നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം നടത്തിത്തരുന്നതായ ഒരു നല്ല കർത്താവ്. അപ്പം ഇവിടെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ നായ്ക്കുട്ടികളാണെങ്കിൽ അവർക്ക് ഉടയവരും, നായ്ക്കുട്ടികളൊന്നും അറിയണ്ട. ഇന്ന് ചിലയിടത്ത് വീടിനകത്ത് വളർത്തുന്ന നായ്ക്കുട്ടികളുണ്ട്. അത് പോട്ടെ, നമുക്ക് കൂട്ടിലിടുന്ന നായ്ക്കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം കൂട്ടിലിടുന്ന നായ്ക്കുട്ടിയാണെങ്കിൽ വീട്ടിലെ അതിൻ്റെ ഉടയവർ എന്ത് ചെയ്യും? നായ്ക്കുട്ടികൾക്ക് കൃത്യം സമയത്ത് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. പക്ഷെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ പണക്കാരുടെ വീട്ടിലെ നായ്ക്കുട്ടി ആയാലും മതിയായിരുന്നു, നല്ല ശാപ്പാടൊക്കെ തിന്നാമെന്നൊക്കെ നാടൻ ഭാഷയിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ നായ്ക്കുട്ടി ആ നായ്ക്കുട്ടി ഇട്ടിരിക്കുന്നതായ ആ കൂടിൽ, ആ പട്ടിക്കൂട്ടിൽ ആ നായ്ക്കുട്ടി ഉടയവൻ്റെ ഇഷ്ടത്തിന് മാത്രമേ അതിന് ചലിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെയും എൻ്റെയും നിങ്ങളുടെയും ഉടയവൻ അത് യേശുക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉടയവനില്ലാത്തവരല്ല. ചിലരൊക്കെ ചോദിക്കത്തില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതൊക്കെ ചിലപ്പം പറയുമ്പോൾ, ഇല്ല ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ആരുമില്ലെങ്കിലും ചോദിക്കാനും പറയുവാനും എനിക്കും നിങ്ങൾക്കും ഒരു ഉടയവൻ ജീവിക്കുകയാണ്. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാനും നിങ്ങളുമൊക്കെയും പാവപ്പെട്ടവരാണെങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളുമൊക്കെയും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും വെറും പോഷന്മാരായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. നമുക്കറിയാം, ധനവാന്റെ പടിപ്പുരവാതിക്കൽ കിടന്ന ലാസറിന്റെ ദൂതന്മാരുടെ എസ്കോർട്ട് ദൈവമൊക്കെ അറിയാമോ? മത്തായി 18:10 പഠിച്ച ദൈവമൊക്കെ അറിയാം. കാരണം ചെറിയവരെ ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്ന് മനസ്സിലായി? ധനവാന്റെ പടിപ്പുര വാതിക്കൽ ഈ ചെറിയവൻ ഇല്ലേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാതെ വ്രണം ചലമൊഴുകിക്കൊണ്ട് നടന്നതായ ആ ലാസർ കിടക്കുകയാണ്. പക്ഷെ ധനവാന് മനസ്സിലായോ, ഇവന് സ്വർഗത്തിലെ ദൂതന്മാർ എസ്കോർട്ട് ഉണ്ടെന്നുള്ളത്. കാരണം അവരെപ്പോഴും സ്വർഗസ്വനായ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെയൊക്കെ യാത്രയിൽ ഞാനും നിങ്ങളൊക്കെ 91-ാം സങ്കീർത്തനത്തിൽ അത് വെച്ച് പാടാറില്ല, ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു, എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ, അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഞാൻ ഭയനായി. പണ്ട് നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. കാരണം ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തിത്തരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൂതന്മാർ ഇന്നും നമ്മുടെ ഈ ഹോളിന് ചുറ്റും ദൂതന്മാർ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പത്രോസിന്റെ ലേഖനത്തിൽ അത് പറഞ്ഞു തന്നെടുക്കാമോ? എത്രാമത്തെ വാക്യമാണ്? 2 പത്രോസ് അതോ 1 പത്രോസ് 1:12. അവിടെ പറയാണ്, സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ നിൽക്കും. ദൈവവചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവദൂതന്മാർ ഇന്ന് ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൂതന്മാരെ എസ്കോർട്ട് കൊടുത്തിട്ടുണ്ട്. അവര് പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലാസർ മരിച്ചപ്പോഴേ അവിടെ ഈ പാട്ടൊന്നും പാടിയില്ല കേട്ടോ, പള്ളിയിൽ അടക്കി. ധനവാന്റെ വീട്ടിൽ ഭയങ്കര പാട്ടായിരുന്നു. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി
എന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ധനവാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നുകൊണ്ട് കൊയറിനെ വെച്ച് ഈ പാട്ടൊക്കെ അങ്ങ് പാടും. പക്ഷേ സ്വർഗത്തിലെ ദൂതന്മാർ അവിടെ വന്നേയില്ല. കാര്യം എന്താണ്? ദൂതന്മാർക്ക് വരാൻ പറ്റത്തില്ല. ജീവിച്ചിരുന്ന നാളിൽ സ്വർഗത്തിൽ നിന്നച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ചവരുടെ അന്ത്യത്തിൽ മാത്രമേ ഈ ദൂതന്മാർ വരത്തുള്ളൂ. കാരണം എൻ്റെയും നിങ്ങളുടെയും പേര് സ്വർഗത്തിൽ അത് എഴുതണം. അത് യേശു എഴുതി കഴിയുമ്പോൾ മാത്രമേ എൻ്റെ നിങ്ങളുടെ മരണത്തിൽ ദൂതന്മാർ ഈ പാട്ട് പാടിയില്ലെങ്കിൽ പോലും, ആരും പാടാൻ വന്നില്ലെങ്കിൽ പോലും, ഈ ആര് വരും? ദൂതന്മാർ വന്ന് മരിക്കുമ്പോൾ തന്നെ, ആരെങ്കിലും വന്ന് ഈ പാട്ട് പാടുന്നതിന് മുന്നേ തന്നെ, നമ്മുടെ പ്രാണൻ നമ്മളിൽ നിന്ന് പോകുമ്പോൾ തന്നെ, നമ്മുടെ ആത്മാവ് നമ്മിൽ നിന്ന് പോകുമ്പോൾ തന്നെ ദൂതസംഘമാകവേ വന്ന് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഒന്നാം സ്വർഗം, പിശാചിരിക്കുന്ന ഒന്നാം സ്വർഗം കഴിഞ്ഞ് രണ്ടാം സ്വർഗമാകുന്ന പറുദീസയിലേക്ക് കൊണ്ടുപോകും. ദൈവമക്കളെ, അതല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടു, ധനവാന്റെ മേശ കഴിഞ്ഞ് ഉടയവർ, ഏഴാമത്തെ മേശയാണ് ഉടയവരുടെ മേശ. അപ്പം യേശുക്രിസ്തു ഞങ്ങളുടെ ഉടയവൻ എന്ന് ഞാനും നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, ഈ കർത്താവിനെ ഞാനും നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നമുക്കൊരുറപ്പായി നമുക്കാരുണ്ട്? ഒരു ഉടയവൻ. അപ്പം നിന്റെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. നമ്മുടെയൊക്കെ വിശ്വാസം നോക്കുന്ന ഒരു കർത്താവ്, വിശ്വാസത്തിൻ്റെ നായകനായ പൂർത്തി വരുത്തുന്ന കർത്താവ്, നമ്മളെ കുറിച്ചും കർത്താവ് പറയണം, നിന്റെ വിശ്വാസം വലുത്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടങ്ങൾ പോലും ഈ ലോകത്തിൽ നടത്തി തരുന്നൊരു നല്ല കർത്താവ്. ആ കർത്താവുമായിട്ടുള്ള ഡിബേറ്റിൽ ആ സംസാരിച്ച വചന നിമിത്തം അവൾ ആരായി മാറി? ശുദ്ധിയുള്ളവളായി മാറി. ഇതൊന്നും വെളിയിലുള്ള മനുഷ്യനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം എന്താണ്? യേശുക്രിസ്തു എന്ന വചനമാകുന്ന കർത്താവ് കാൽവറി ക്രൂശിൽ മനുഷ്യനായി ജന്മമെടുത്ത് ക്രൂശിൽ മരിച്ചപ്പോൾ ചൊരിഞ്ഞതായ തിരുരക്തം, തളിക്കപ്പെട്ടതായ വചനം ഇന്ന് സംസാരിക്കുമ്പോൾ ആ വചനത്തിൽ തളിച്ചിരിക്കുന്ന യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധിയുള്ളവരാക്കുമ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചയും കൂട്ടായ്മയിൽ നമ്മൾ പാടും, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ. കുളിച്ചോ കുഞ്ഞാട്ടേ ആത്മശുദ്ധി നൽകാൻ രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നാങ്കി. കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ. എട്ടാമത്തെ മേശ യഹോവ ഭക്തന്റെ മേശ. 128 സങ്കീർത്തനം മൊത്തം അങ്ങ് വായിച്ചാൽ എന്നാന്നൊക്കെ എനിക്കങ്ങ് തോന്നുകയില്ല. 128 സങ്കീർത്തനം എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന സങ്കീർത്തനമാണ്. 128 സങ്കീർത്തനം ഞാൻ തന്നെ വായിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി കൊള്ളിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കും. യഹോവ സീനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം. എട്ടാമത്തെ മേശയാണ് യഹോവ ഭക്തന്റെ മേശ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. എനിക്കറിയാവുന്നതായ ഒരു വ്യക്തി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതായ ഒരു വ്യക്തി, പള്ളിയിൽ പോകുന്നവനാണ്, കുർബാന അനുഭവിക്കുന്നവനാണ്. പുള്ളിക്ക് ഏക ഒരു മകനുണ്ടായി. മകൻ്റെ വിവാഹമൊക്കെയും കഴിഞ്ഞതിന് ശേഷം ചെറുപ്പം 1-ാം ക്ലാസ് മുതലേ അപ്പം പറയുന്നത് അനുസരിച്ചാണ് കല്യാണം കഴിക്കുന്നിടം വരെ ജീവിച്ചു. വിവാഹമൊക്കെ കഴിയുമ്പോൾ അവിടെ പള്ളി പറയാറില്ല, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരുമെന്നൊക്കെ. പക്ഷെങ്കിൽ പിന്നീട് ആ മകന് 40-45 ഒക്കെ വയസ്സായപ്പോൾ
അപ്പൻ പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിദേശത്തായിരിക്കുന്ന മകനോട് പറഞ്ഞു, നീയും ഭാര്യയും മക്കളും എൻ്റെ വീട്ടിൽ കയറണ്ട. ഈ അപ്പനപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാര്യം എന്താണ്? അപ്പൻ പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒന്ന് ക്ഷമിക്കുവാൻ മകൻ ഇവർ ചെയ്യുന്ന ഇന്ന നിലകൾ ക്ഷമിക്കണമേ എന്നുള്ളതായ ഇത് വേദപുസ്തകമൊക്കെ അനേക തവണ വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ ആ വ്യക്തിയുടെ മേശയ്ക്ക് ചുറ്റും മക്കളും കൊച്ചുമക്കളും ഇല്ലാത്തതായ അനുഭവം. നീ ജനിപ്പിച്ച മക്കൾ നിനക്കിരിക്കത്തില്ലെന്ന് ആവർത്തനം 28 ശപിക്കപ്പെട്ടവരുടെ അനുഭവം അവിടെ പറയുന്നു. എന്നാൽ എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക. യഹോവ ഭക്തൻ്റെ മേശയ്ക്ക് ചുറ്റും മക്കൾ ഒലിവ് തൈകളായി, ഭാര്യ വീട്ടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളികളായി മക്കളെ കാണുന്നതായ അനുഭവം. ഇനി 9ാമത്തെ മേശ ദൈവത്തിൻ്റെ മേശ. വേഗത്തിൽ നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 78-ാം സങ്കീർത്തനം 19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനുണ്ട്. 78-ാം സങ്കീർത്തനം 19 മുതൽ 33 വരെ വായിച്ചാൽ ഞാൻ വേഗത്തിൽ വായിക്കും. എല്ലാവരും എടുത്തരും. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ 40 വർഷക്കാലം കടന്നു പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇടയ്ക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, വെള്ളമില്ലാതെയൊക്കെ വന്നപ്പോൾ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അവർ പറയുക, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ചിലപ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായി തീരാം. പൗലോസ് പുസ്തകം പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ. നമ്മളെപ്പോഴും വചനം കേട്ടാൽ അപ്പോൾ തന്നെ സാത്താൻ നമ്മളിലുള്ള യേശുവിൻ്റെ വിശ്വാസം പാറ്റിക്കളയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, യേശുവേ ഞങ്ങളിലുള്ള യേശുവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവാൻ ദൈവം. നമ്മളെപ്പോഴും പറയണം, എൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ലെങ്കിൽ പോലും എൻ്റെ ഈ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഇത് മച്ചി എന്ന് വിളിച്ചവൾക്ക് ഇത് 6-ാം മാസമെങ്കിൽ എൻ്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ. നമ്മൾ പറയണം, നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ്. കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞ് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ തക്ക സമയത്ത് എന്നെ ഉയർത്തുന്നൊരു കർത്താവ്. താഴോട്ട് വായിക്കാം. 20 അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ ദൈവത്തിന് കഴിയുമോ? തൻ്റെ ജനത്തിന് ദൈവം മാംസം വരുത്തി കൊടുക്കുമോ എന്ന് ജനം പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന് നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. എന്നിട്ട് താഴോട്ട് പിന്നെ പറയുമ്പോൾ 31-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു, അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു, ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഈ നാളുകളിലൊക്കെയും 1-2 മരണം ഉണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 2 ആത്മഹത്യ. ഗൾഫിൽ പോയ ഭാര്യ, 54 വയസ്സുകാരൻ നിരാശപ്പെട്ട ആത്മഹത്യ. വേറൊരാൾ അവിവാഹിതനാണെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിലും അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. കാര്യം എന്താണ്? പ്രത്യാശയില്ലാതെ നിരാശയുടെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമില്ലാതെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും.
10ാമത്തെ മേശയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജ്ഞാനം ആയവളുടെ മേശ. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഞാൻ വായിക്കാം. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞ് കലക്കി, തൻ്റെ മേശ ചമയറ്റി. അപ്പം ജ്ഞാനമായവൾ അവളുടെ മേശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൾ തൻ്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയുന്നത്, വരുവീൻ, എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കി വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരേ, ബുദ്ധിഹീനത വിട്ട് ജീവിക്കുവീൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നു. ആരാണ് ഈ ജ്ഞാനമായവൾ? സദൃശ്യവാക്യങ്ങൾ 8-ന്റെ 1 കൂടെ ഒന്ന് കാണാമോ? അവിടെയും വിളിച്ചു പറയുന്നത് ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? എന്നാൽ ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അതുകൂടെ ഞാൻ പറയാം. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ തന്നെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളങ്ങൾ നിറഞ്ഞ ഉറവുകളില്ലായിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുങ്ങൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. എന്നൊരു താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 29-30 വാക്യങ്ങൾ കൂടെ, വെള്ളം അതിൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം ദൈവം സമുദ്രത്തിന് അതിര് വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം വിട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയാണ്. ആരാണ്? യേശു ക്രിസ്തു. ഇടപെടാതെ ദൈവത്തിന് മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവൻ്റെ പ്രമോദമായി. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോഴാണ് 32-ാം വാക്യത്തിൽ, ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുകയും എൻ്റെ വഴികളെ പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കുവീൻ, അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടിളക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം എന്നോട് പിഴയ്ക്കുന്നവനോ തൻ്റെ പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തിൽ. ജ്ഞാനമായവൾ അവൾ തയ്യാറാക്കിയ മേശയും അവൾ കലക്കിയ വീഞ്ഞും കുടിക്കുവാൻ വേണ്ടി ഇന്നും കടന്നു വന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം കർത്താവ് അവിടെ പറയുകയാണ്, നിങ്ങൾ ബുദ്ധിഹീനത വിട്ട് വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 8-14 യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ തന്നെയാണ് വിവേകം. ഞാൻ തന്നെയാണ് വിവേകം. സദൃശ്യവാക്യങ്ങൾ 9-10 കൂടെ ഒന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാമത്തെ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം. ഇന്ന് പരിശുദ്ധനായ അല്ലേ, നമ്മുടെ പള്ളിയിലൊക്കെ വിളിച്ച് പറയാറില്ലേ, പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ഇന്ന് അനേകര് മനുഷ്യര് പരിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള പരിജ്ഞാനങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ചാൽ അതിലൂടെ ഒരു വിവേകവും കിട്ടത്തില്ല. അവർ വിവേകമാർഗത്തിലോട്ട് നടക്കത്തുമില്ല. എന്നാൽ ജ്ഞാനമായവളായ യേശു ക്രിസ്തുവിൻ്റെ മേശ, യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? ജ്ഞാനമായവൾ എന്താണ് പറഞ്ഞത്? ഒന്നും കൂടെ ഞാൻ വായിക്കുകയാണ്. 9-1 മുതൽ, ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞ് കലക്കി, ഞാൻ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തൻ്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയുന്നത്, വരുവീ, ഞാൻ എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞും കുടിച്ചിട്ട് ബുദ്ധിഹീനത വിട്ട് വിവേകത്തിൻ്റെ മാർഗത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജ്ഞാനമായവൾ യേശു ക്രിസ്തുവാണെന്ന്
ഈ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പഠിപ്പിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 10 മേശയാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നിത്യതയിൽ യേശുക്രിസ്തുവിൻ്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുന്നവരായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാരാകണം. 2, ദൈവവചനം ഉപേക്ഷിച്ച മേശ. 3, പൊൻപാണിപ്പക്കാരുടെ മേശ. 4, പുരോഹിതരുടെ മേശ. 5, ഭൂതങ്ങളുടെ മേശ. 6, ധനവാന്റെ മേശ. 7, ഉടയവരുടെ മേശ. 8, യഹോവഭക്തന്റെ മേശ. 9, ദൈവത്തിന്റെ മേശ. 10, ജ്ഞാനമായവരുടെ മേശ. നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇന്ന് നടുവിൽ ജ്ഞാനമായവളാകുന്ന യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ കർത്താവിൻ്റെ ആ അപ്പം തിന്നുവാൻ, ആ വീഞ്ഞു കുടിക്കുവാൻ, തിരുരക്തം കുടിക്കുവാൻ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ പാപങ്ങളെ ചുമന്ന് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ വചനം കൈക്കൊണ്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവേ, ഞങ്ങളിതാ തീരുമാനമെടുക്കുകയാണ്. ഞങ്ങളുടെ മരണം വരെയും ജ്ഞാനമായവരുടെ മേശയിൽ നിന്ന് ഞങ്ങൾ തിന്നുകയും കുടിക്കുന്നവരുമായി തീരും കർത്താവേ. ആ ദൈവവചനം ഉപേക്ഷിച്ച മേശയല്ല ഞങ്ങൾക്ക് പ്രാധാന്യം കർത്താവേ. ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തരുന്നതായ ആ മേശയുടെ അടുക്കൽ ഞങ്ങൾ കടന്നു വന്ന് കർത്താവേ, ആ വചനം കേട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടുവാൻ കൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കുഞ്ഞോളാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയായി, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയായി, ഘോരവൈരി നടുവിലവേ മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ വാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അബ്ബ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് അടിയങ്ങൾക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലിരുന്ന് യേശുവിന്റെ മുഖമേറ്റ് യേശുവിനോട് പഠിപ്പാറ്റത്തോണം ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ പരീക്ഷയിൽ യേശുവിനോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോട് കൂടെ നിലനിന്നവർന്ന തിരുവചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ, നിത്യതയിൽ യേശു ക്രിസ്തുവിനോട് കൂടെ യേശുവിൻ്റെ മേശയിൽ നിന്ന് തിന്നുകുടിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകേണ്ടുമേതെന്ന് ഞങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തീർക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവവചനം ഉപേക്ഷിച്ച മേശകളിലെ ശുശ്രൂഷയല്ല കർത്താവേ, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പും ദാഹവും അടിയങ്ങൾക്ക് തന്ന ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൊൻപാണിപ്പക്കാരുടെ മേശയല്ല അപ്പ അടിയങ്ങൾക്ക് വേണ്ടത്, കർത്താവിൻ്റെ മേശ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഭൂതങ്ങളുടെ മേശയിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കത്തില്ല കർത്താവേ, കർത്താവിൻ്റെ മേശയിൽ നിന്ന് കുടിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ധനവാന്റെ മേശയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ കർത്താവേ, അത് ധനവാന്റെ മേശയിൽ നിന്ന് അപ്പനുറുക്ക് തിന്നുവാൻ കർത്താവേ ആ ലാസർ ആഗ്രഹിച്ചുവെങ്കിലും ഞങ്ങൾക്കൊരു കർത്താവേ, ഞങ്ങൾക്കൊരു ദൂതനെ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ കർത്താവേ, ആ ദൂതനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന യേശുവിൻ്റെ ഏറ്റവും ചെറിയവന് വേണ്ടി കർത്താവ് അവിടെ
അവിടുന്ന് ദൂതൻ അവിടുന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയും അവരുടെ മുഖം കാണുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവെ, ഹല്ലേലൂയ കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മേശയിൽ നിന്ന് കുടിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പുരോഹിതന്മാരുടെ മേശയെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. മേശ മുഴുവൻ ചർച്ചയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതവർക്ക് കുടുക്കും കെണിയുമായി തീർന്നിരിക്കുന്നു എന്ന് കേൾപ്പിച്ചല്ലോ കർത്താവെ. കുടുക്കും കെണിയുമായിട്ടുള്ള മേശയിൽ നിന്നല്ലപ്പ, യേശുവിന്റെ മേശയിൽ നിന്ന് കുടിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഉടയവരുടെ മേശയുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കൊരു ഉടയവൻ ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും, ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ. ഓരോ ദിവസവും ആ ഉടയവൻ, ഓരോ നിമിഷവും ഞങ്ങളുടെ ഉടയവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. യഹോവ ഭക്തന്റെ മേശയെ കുറിച്ച് കേൾപ്പിച്ചല്ല കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും യഹോഭക്തരായി ജീവിപ്പാൻ തക്കവണ്ണം ഇന്ന് കൽപ്പിച്ച വചനപ്രകാരം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. യഹോവ ഭക്തന്റെ മേശയ്ക്ക് ചുറ്റും അവന്റെ മക്കൾ ഒലിവ് തൈകളായിരിക്കുമെന്നും അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കുമെന്നും അവിടുന്ന് കൽപ്പിച്ചല്ല കർത്താവെ. അതിനൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ മേശയിൽ നിന്ന് ഹല്ലേലൂയ കർത്താവെ. കർത്താവിന് മരുഭൂമിയിൽ, എന്റെ ദൈവത്തിന് മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തില് ക്ഷാമകാലത്ത് ക്ഷേമമായി ഞങ്ങളെ പോറ്റിയൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ജ്ഞാനമായവരുടെ മേശയുടെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുക അപ്പ. ഇന്ന് ജ്ഞാനമായവരുടെ മേശകളിൽ നിന്ന് കുടിക്കുവാൻ കർത്താവെ അവിടുന്ന് കലക്കിയ വീഞ്ഞ് ഞങ്ങൾക്ക് തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനങ്ങളൊന്നും ഞങ്ങളിൽ നിന്ന് ദുഷ്ടൻ പെറുക്കിക്കളയുവാനിടയാകാതെ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരമായി വരുവേണ്ടക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവെ, ഈ വചനം ഇന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു വന്ന മുൻചേരായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബമായി യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുൻചേരി മാനിയാന്റെയും 4 മക്കളെയും 3 കൊച്ചുമക്കളെയും യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത സ്ഥാനത്ത് ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരം വരണമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ